ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചില ആൽക്കലി മെറ്റൽസിൽ റേഡിയേഷൻ വന്നിട്ട് ഇടിക്കുമ്പം അതിൽ കുറച്ച് ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് സീസിയം എന്ന് പറയുന്ന മെറ്റലാണ്. ഈ സീസിയം ഒരു ആൽക്കലി മെറ്റലാണ്. അപ്പോൾ ഈ ഒരു ആൽക്കലി മെറ്റൽക്ക് എന്ത് ചെയ്യും? ഒരു റേഡിയേഷൻ വന്നിട്ട് ഇടിക്കും. അപ്പോൾ ഈ റേഡിയേഷൻ വന്ന് ഇടിക്കുമ്പം ഈ ഒരു മെറ്റലിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആൽക്കലി മെറ്റലിലേക്ക് റേഡിയേഷൻ വന്ന് ഇടിക്കുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. അതായത് ഈ റേഡിയേഷൻ വന്ന് ഇടിക്കുന്നതും ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നതും ഒരേ സമയത്താണ്. അവിടെ ഒരു ടൈം ലാഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കൺക്ലൂഷനിലെ ഒന്നാമത്തെ പോയിൻറ്റും ഇത് തന്നെയാണ്. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഇൻസിഡൻസ് ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. അതായത് റേഡിയേഷൻ വന്ന് പതിക്കുന്ന അതേ സമയത്ത് തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. അവിടെ ടൈം ലാഗ് ഇല്ല. രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ആൽക്കലി മെറ്റൽസിൽ റേഡിയേഷൻ വന്ന് ഇടിക്കുമ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുമെന്ന്. പക്ഷേ ഇലക്ട്രോൺ പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ആ വന്നിടിക്കുന്ന റേഡിയേഷൻ ഈ ഒരു ആൽക്കലി മെറ്റലിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അതിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് ആൽക്കലി മെറ്റലിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലുള്ള ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ വന്നാൽ മാത്രമാണ് ഇലക്ട്രോൺ പുറത്തേക്ക് പോവുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ കൺക്ലൂഷനത്തെ രണ്ടാമത്തെ പോയിൻറ്റും. ഇലക്ട്രോൺ വെർ ഇജക്റ്റഡ് ഓൺലി വെൻ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. അതായത് ഈ ആൽക്കലി മെറ്റലിന് ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് വരണമെങ്കിൽ ആ വരുന്ന റേഡിയേഷന് ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ വലിയ ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു റേഡിയേഷൻ മാത്രം പോയോണ്ടാണ് ഒരു ഇലക്ട്രോൺ മാത്രം വന്നത്. അപ്പോൾ ഇവിടെ ഒരു റേഡിയേഷനും കൂടിയും പോയാൽ ഒരു ഇലക്ട്രോണും കൂടിയും പുറത്തേക്ക് വരും. വേറെ റേഡിയേഷനും കൂടി പോയാൽ ഒരു ഇലക്ട്രോണും കൂടി പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു റേഡിയേഷത്തിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുമ്പം ഇലക്ട്രോണിൻ്റെ എണ്ണവും കൂടും. അതായത് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പം വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഈ റേഡിയേഷൻ വന്നിട്ട് മെറ്റലിൽ ഇടിക്കുമ്പം പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ ഇലക്ട്രോൺ പുറത്തേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടണമെങ്കിൽ ഈ ഒരു റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കണം. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കുറേ റേഡിയേഷൻ വരണം. ഇങ്ങനെ ഇത് തന്നെയാണ് കൺക്ലൂഷനത്തെ മൂന്നാമത്തെ പോയിൻറ്റ്. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതായത് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം, അതായത് ഫോട്ടോ ഇലക്ട്രോണിൻ്റെ എണ്ണം ആ ഒരു റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ റേഡിയേഷൻ വന്ന് ഇടിക്കുമ്പം ഇലക്ട്രോൺ പുറത്തേക്ക് പോകണമെങ്കിൽ ഇലക്ട്രോൺ ഒരു കൈനറ്റിക് എനർജി വേണം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതായത് വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും കൂടും. ഇത് തന്നെയാണ് നമ്മുടെ കൺക്ലൂഷനിലെ ലാസ്റ്റ് പോയിൻറ്റ്. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതായത് ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആ വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. സത്യം പറഞ്ഞാൽ +1 തുടങ്ങിയ സമയത്ത് എന്നോട് ടീച്ചർ ചോദിച്ച് കൺക്ലൂഷൻ പറയാൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അന്തം വിട്ട് കുന്തം പോലെ നീച്ച് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു 10 വട്ടം ഇമ്പോഷൻ എഴുതാൻ. അതിന് ശേഷമാണ് ഈ ഒരു ടോപ്പിക്ക് ഡെപ്തായിട്ട് ഞാൻ പഠിച്ചത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് ഫോർ വാച്ചിങ്.